സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കൂട്ടത്തോടെ ജയിലിലടച്ച ഒരു അഴിമതി കേസാണ് ദില്ലി റോസന്യൂ കോടതി ഉത്തരവോടെ ആവിയായി പോയത്. അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ 23 പേരെ വെറുതെ വിട്ട കോടതി ഉത്തരവ് CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ മുഖത്തേറ്റ അടിയാണ്. കണ്ണീര് കലർന്ന വാക്കുകളോടെയാണ് ദില്ലി കോടതി വിധിയെ അരവിന്ദ് കെജ്രിവാൾ വരവേറ്റത്. മദ്യക്കോഴ കേസ് ഊഹാപോഹങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ കേസെന്നാണ് കോടതി പറഞ്ഞത്. ഈ കേസിലാണ് മുഖ്യമന്ത്രിയായിരിക്കെ കെജ്രിവാൾ 3 മാസം തിഹാർ ജയിലിൽ കിടന്നത്. 1.5 വർഷം ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയും ജയിലിൽ കിടന്നു. തൊട്ടു പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കേസ് മാത്രമായിരുന്നു ആം ആദ്മി പാർട്ടിക്കെതിരായ BJPയുടെ രാഷ്ട്രീയ ആയുധം. അഴിമതിക്കെതിരെ പടവെട്ടി വളർന്ന ആം ആദ്മി പാർട്ടി അഴിമതി ആരോപണങ്ങളുടെ കുഴിയിൽ തന്നെ തകർന്നു വീണു. അങ്ങനെ ആം ആദ്മി പാർട്ടിയെ തകർത്ത മദ്യക്കോഴ കേസാണ് ദില്ലി കോടതി റദ്ദാക്കിയത്. CBIയുടെ കുറ്റപത്രം അംഗീകരിച്ചാൽ അത് ഭരണഘടനാ ലംഘനമാകുമെന്നാണ് കോടതി പറഞ്ഞത്. രാഷ്ട്രീയ എതിരാളികളെ തകർക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ആയുധമാക്കുന്നുവെന്ന ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതുകൂടിയായി ദില്ലി റോസ് അവന്യൂ കോടതിയുടെ വിധി. ഒരുപക്ഷെ ഇത് ആം ആദ്മി പാർട്ടിയുടെ തിരിച്ചുവരവിന് കൂടി വഴിയൊരുക്കാം. മുഖ്യമന്ത്രി പദം രാജിവെക്കാതെയായിരുന്നു മദ്യക്കോഴ കേസിൽ കെജ്രിവാൾ ജയിലിൽ കിടന്നത്. ജയിലിൽ നിന്ന് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ കെജ്രിവാൾ രാജിവെച്ച് അതിഷി മർലേനയെ മുഖ്യമന്ത്രിയാക്കി. മദ്യക്കോഴ പ്രചാരണം സൃഷ്ടിച്ച ഭരണവിരുദ്ധ വികാരം പക്ഷേ കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും പുറത്താക്കി. പൊതുപരിപാടികളിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്ന കെജ്രിവാളിന് തിരിച്ചുവരവിനുള്ള ആവേശം പകരുന്നത് തന്നെയാണ് ദില്ലി റോസ് അവന്യൂ കോടതി വിധി. റിപ്പോർട്ടർ, ദില്ലി.